കേരളം കേരളം മതവിമുക്തരമ്യ കേരളം, മതവിമുക്തരമ്യ കേരളം. ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ, ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ. സ്നേഹമായി ഏറ്റു നിൽക്കുവാൻ മതവിമുക്ത ധന്യ കേരളം, സ്നേഹമായി ഏറ്റു നിൽക്കുവാൻ മതവിമുക്ത ധന്യ കേരളം. യത്നമാണ് ജീവനം ധനം, ഏതു യത്നവും മഹത്തരം. നന്മയാണ് മുദ്രാവാചകം, മതവിമുക്ത നവ്യ കേരളം. നന്മയാണ് മുദ്രാവാചകം, മതവിമുക്ത നവ്യ കേരളം. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മതവിമുക്ത രമ്യ കേരളം, മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം, മതവിമുക്ത രമ്യ കേരളം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാമത് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. എല്ലാവരെയും അഷ്ടമുടിക്കായലിൻ്റെ ഈ തീരനഗരത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇതുവഴി നടന്നുപോയ യുക്തിചിന്തയുടെ ദീപശിഖയേന്തി നടന്നുപോയവരെ നമ്മൾക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് സി വി കുഞ്ഞിരാമനാണ്. സി വി കുഞ്ഞിരാമൻ യുക്തിവാദി എന്ന ആദ്യത്തെ യുക്തിവാദി മാസികയുടെ പത്രാധിപ സമിതിയിലുണ്ടായിരുന്ന ഒരു ആളായിരുന്നു. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടുന്ന ആൾ സി കേശവനാണ്. ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കത്തി നശിച്ചു എന്ന് തീർന്നു എന്ന് പറഞ്ഞ അസാധാരണനായ ഒരു ഭരണാധികാരി ആയിരുന്നു സി കേശവൻ. നിങ്ങൾ ഇനി ഇവിടെ സമയമുള്ളപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ കാണാൻ പറ്റും. അവിടെ സി കേശവൻ ടൗൺ ഹാൾ അവിടെയുണ്ട്. ഇവരൊക്കെ നമുക്ക് വല്ലാതെ ഊർജം തരുന്ന ആൾക്കാരാണ്. ജീവിതത്തിനകത്തും പുറത്തും ജാതിയും മതവും ഒന്നുമില്ലാതെ ഭൗതികവാദത്തിൻ്റെ സൗന്ദര്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കവിതകൾ എഴുതിയ തിരുനെല്ലൂർ കരുണാകരൻ ഈ നഗരത്തിൽ സ്വാഗതം പ്രസംഗം നടത്തുമ്പോൾ ഞാൻ ഓർമ്മിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിനകത്തും പുറത്തും ഒരുപോലെ യുക്തിവാദ ആശയങ്ങൾ പുലർത്തിയിരുന്ന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ഞാൻ ഓർമ്മിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. ഇവരെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം സ്വാഗതം ചെയ്യേണ്ടുന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഗംഗൻ അഴീക്കോടാണ്. കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. ദിവ്യാത്ഭുത അനാവരണ പരിപാടി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് കേരള ജനതയെ ബോധവൽക്കരിക്കുന്ന ശ്രീ ഗംഗൻ അഴീക്കോടിനെ ഈ നഗരത്തിലേക്ക്, ഈ സമ്മേളന സ്ഥലത്തേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട തസ്ലിമ നസ്റിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അവരാണ്. I have great pleasure to welcome the revolutionary writer, Dr. Taslima Nasrin. As all of us know, she belongs to Bangladesh, the land of great poet Quasi Nasrul Islam. Due to the murder threat by Islam terrorists, now she is residing far away from her native land. Even though she is not residing in Bangladesh, her dreams are living in their native land. We are very familiar with her writings like Lejja, Split a Life, My Girlhood, etc. etc. Here we are going to present her the Yukti Rekha Award. I hope that she will be honored by Nobel Prize for her courageous writings. Now I am reading one of her poems in Malayalam. This poem was published by Green Books. തസ്ലിമയുടെ ഒരു കവിതയുടെ മലയാള പരിഭാഷയാണ് ഇത്. ചുളുവിൽ കിട്ടുന്നവ. അങ്ങാടിയിൽ പെണ്ണോളം ചുളുവിൽ വേറൊന്നും കിട്ടില്ല. ഒരു കുഞ്ഞു കുപ്പി ക്യൂടെക്സിന്
ഒരു രാത്രി മുഴുവൻ അവർ സുഖം പകർന്ന് ഉണർന്നിരിക്കും. തേച്ചു കുളിക്കാൻ 2 വാസന സോപ്പും ദേഹത്ത് പുരട്ടാൻ വാസന തൈലവും കിട്ടിയാൽ ആഴ്ചയിൽ 2 വട്ടം തങ്ങളുടെ ശരീരത്തെ ആക്രിക്കടയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കും. മൂക്കിൻ്റെ തുമ്പത്തൊരു പൊന്നിൻ്റെ തരി കിട്ടിയാൽ അവർ 10-70 ദിവസത്തേക്ക് കാലടി നക്കി തോർത്തും. കസവ് സാരി ഒരെണ്ണമാണെങ്കിൽ 100 ദിവസത്തേക്ക്. വീട്ടിലെ ചൊറി പിടിച്ച പാണ്ടനായ പോലും വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചിരിച്ചെന്നിരിക്കും. പെണ്ണുങ്ങളുടെ വായിൽ ചുളിവിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു പൂട്ടുണ്ട്, ഒരു സ്വർണ്ണപ്പൂട്ട്. ദിസ് പോയം വാസ് വാച്ച്ഡ് ബൈ 9695 readers in my Facebook wall. Welcome, dear comrade Taslima Nasr. ഈ അവാർഡ്, യുക്തിരേഖ മാധ്യമ അവാർഡ് തസ്ലിമയ്ക്ക് സമർപ്പിക്കുന്നത് PP സുഹറയാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വനിതകളായ പോരാളികളിൽ ഏറ്റവും പ്രമുഖയാണ്. അവരുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അവർ നടത്തിയ സമരങ്ങൾ, ആ മതപരിഷ്കരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇസ്ലാം മതത്തിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒക്കെ അവർ നടത്തുന്ന പോരാട്ടങ്ങൾ. ഏറ്റവും ഒടുവിൽ അവർ നടത്തിയത് ഇസ്ലാം മതത്തിൽ പെട്ടുപോയ ജനിച്ചുപോയ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സ്വത്തവകാശത്തിൽ തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൻ്റെ മുന്നിൽ ഡൽഹിയിൽ നടത്തിയ ഒരു സമരമാണ്. ആ PP സുഹറയാണ് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത്. കൊല്ലത്തേക്ക് PP സുഹറയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് KN അനിൽകുമാറാണ് യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. യുക്തിവാദത്തിന് വേണ്ടി മനുഷ്യന് ശാസ്ത്രബോധം ഉണ്ടാക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുമായിരുന്നു, അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത്രമാത്രം കുടുംബം തന്നെ, ആ കുടുംബം തന്നെ യുക്തിവാദത്തിൻ്റേതായ യുക്തിബോധത്തിൻ്റേതായ കുടുംബമാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KN അനിൽകുമാറിനെ വളരെ സന്തോഷത്തോടെ ഈ നഗരത്തിലേക്ക്, ഈ സമ്മേളന സ്ഥലത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആണോ? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. ഒരുപാട് ഇടതുപക്ഷങ്ങളെ ഒരുപാട് കുറ്റം പറയുമ്പോഴും ഇടതുപക്ഷമല്ലാതെ വേറെ ഏത് പക്ഷം എന്ന് ചോദിച്ചൊരു വക്കീലാണ് അത്. ഇടതുപക്ഷത്തോട് പല അഭിപ്രായ വിയോജിപ്പുകളും ഒക്കെ നമുക്കുണ്ട്, എങ്കിലും വേറെ ഏത് പക്ഷം എന്നൊക്കെ ആലോചിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ വളരെ സന്തോഷത്തോടെ വിനയത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നരേന്ദ്ര നായിക്കാണ്. കൊല്ലം നഗരത്തിന് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കാര്യമില്ല. പ്രേമാനന്ദം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ കേരളത്തിലുടനീളം നടന്ന് സഞ്ചരിച്ച് ദിവ്യാത്ഭുത അനാവരണങ്ങൾ, പ്രധാനമായിട്ടും അന്ന് ആളുദൈവം സായിബാബ കാണിച്ച ചുട്ടുവിദ്യകളൊക്കെ, ഞൊടുക്ക് വിദ്യകളൊക്കെ തുറന്ന് കാണിച്ച് കൈയുടെ വിരലിൻ്റെ അടിയിൽ ഭസ്മം കഞ്ഞിവെള്ളത്തിൽ ഉണക്കി പിന്നെ നനച്ച് ഉണക്കി ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തൊക്കെ കൊടുക്കുന്ന മാജിക്കുകൾ അന്ന് വ്യാപകമായിട്ട് സായിബാബ കാണിച്ചതാണ്. അതെല്ലാം ഇന്ത്യയിലുടനീളം, ബംഗാളിലും കേരളത്തിലും പ്രത്യേകിച്ച്, ആന്ധ്രയിലും കർണാടകത്തിലും പ്രത്യേകിച്ച്, അവിടെയെല്ലാം നടന്ന് ഇത് പൊളിച്ച് കാണിച്ചു കൊടുത്ത മഹാനായ പ്രേമാനന്ദൻ്റെ ശിഷ്യനാണ് നരേന്ദ്ര നായിക്ക്. അദ്ദേഹവും പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പ്രൊഫസർ നരേന്ദ്ര നായിക്കിനെ വളരെ ആത്മാർത്ഥമായി ഞാൻ ഈ സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മീരാഭായ്, TK മീരാഭായ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഞങ്ങൾ ഇന്നലെ ഒരു സംഭാഷണത്തിൽ പറയുകയായിരുന്നു, കേരളത്തിലെ മിക്കവാറും പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം പിളർന്ന് പോയി. ദളിത് പ്രസ്ഥാനങ്ങൾ പിളർന്നു പോയി, ഒരുപാടായിട്ട് പോയി. KP MS തന്നെ 9 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദളിത് പ്രസ്ഥാനം, ദളിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ചിതറിയാറുന്നാണ്. അങ്ങനെ ചിതറിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചിതറിപ്പോയി, ദളിത് പ്രസ്ഥാനങ്ങൾ ചിതറിപ്പോയി, യുക്തിവാദ പ്രസ്ഥാനങ്ങളും ചിതറിപ്പോയി. അതേസമയം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതുവരെ ചിതറിപ്പോയിട്ടില്ല. ആ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഗംഭീരമായ നേതൃത്വം നൽകുന്ന തൃശ്ശൂരിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ള മീരാഭായ് ടീച്ചറെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ TJ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഒരു മുഖവരി ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കൈ ഇസ്ലാം മത തീവ്രവാദികൾ വെട്ടിക്കളഞ്ഞപ്പോൾ കേരള യുക്തിവാദി സംഘം മൂവാറ്റുപുഴയിൽ വളരെ വലിയൊരു പ്രതിഷേധ മാർച്ച് യോഗം സംഘടിപ്പിച്ചു.
കലാനാഥ മാഷിക ഉണ്ടായിരുന്ന ഒരു യോഗമാണ്. ആ കലാനാഥൻ മാഷിൻ്റെ പേരിലാണ് നമ്മൾ ഈ സമ്മേളനം കൂടുന്നത്. ഈ നഗറിൻ്റെ പേര് കലാനാഥൻ മാഷ് നഗർ എന്നാണ്. ആ സമ്മേളനം ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ആയിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോഴും മതേതരത്വത്തിൻ്റെ സെക്കുലർ ചിന്തകളുടെ ഏറ്റവും വലിയ വക്താവായിട്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ശ്രീ TJ ജോസഫിനെ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഈ നഗരത്തിലേക്ക്, ഈ സമ്മേളന സ്ഥലത്തിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിക്കവാറും യുക്തിവാദ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുക്കാറുള്ള പ്രൊഫസർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. ഇപ്പോൾ കേരള ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഈ അടുത്ത സമയത്ത് ഭൂമിക്കാരൻ JP കൊടുക്കുന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ ആനന്ദ ആശ്രമത്തിൽ വെച്ച് തന്നെ നൽകിയത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. ആ ധർമ്മരാജ ഡാട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ചാർവാക ദർശനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ കിട്ടുന്നവർ ലൈബ്രറിക്കടുത്ത് വായിക്കണം. ആ ധർമ്മരാജ ഡാട്ട് ഇതാ നമ്മുടെ നഗരത്തിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ വിനയത്തോടെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഒരു പരിചയം വേണ്ടാത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഹമീദ് ചേന്നമംഗലൂർ. യുക്തിബോധത്തോടെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയ, ഇസ്ലാം മതത്തിൻ്റെ അന്യ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരാളം ലേഖനങ്ങൾ എഴുതിയ, മനുഷ്യൻ്റെ യുക്തിചിന്തയുടെ ആവശ്യകതയെക്കുറിച്ച് മലയാളത്തെ ധാരാളമായി ബോധ്യപ്പെടുത്തിയ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കത്തടപാടുകളൊക്കെ എനിക്കുള്ള, ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുള്ള, ഒന്നിച്ചു കൂടിയിട്ടുള്ള പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ. അദ്ദേഹത്തെ വളരെ യുക്തിമതിനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു തെരഞ്ഞെടുപ്പിന് മനോരമ ഒരിക്കൽ ഒരു പ്രഖ്യാപനം നടത്തി. 20 സീറ്റുകളിലും വിജയിക്കുന്നത് ആരാണെന്ന് പ്രവചിക്കുകയാണെന്നെങ്കിൽ അവർക്ക് വലിയ സമ്മാനം കൊടുക്കുമെന്ന്. ആ 20 സീറ്റും ഒരുപോലെ പ്രവചിച്ച് സമ്മാനം വാങ്ങിച്ച ആളാണ്. അപ്പോൾ അത്രമാത്രം രാഷ്ട്രീയ ശ്രദ്ധ ഉള്ള പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂരിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് നന്ദി സൂചിപ്പിക്കുന്നത് സന്തോഷ് മാനവമാണ്. കുട്ടിക്കാലം തൊട്ടേ യുക്തിബോധത്തിൽ അടിയുറച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോഴാണെങ്കിൽ യുക്തിരേഖ മാസിക എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കുവാനും, നമ്മുടെ കലണ്ടർ, ഈ വർഷത്തെ കലണ്ടർ വളരെ ആകർഷകമാണ്. അതിമനോഹരമായ പുതിയ കലണ്ടർ, വലിയ വ്യത്യാസമൊന്നുമില്ല, 40 രൂപയാണ്. എല്ലാവരും അഭിമാനത്തോടെ ഈ കലണ്ടർ വാങ്ങി വീട്ടിൽ പൂമുഖത്ത് സൂക്ഷിക്കണം. എൻ്റെ വീട്ടിൽ കയറി വരുന്ന സ്ഥലത്ത് കാണാൻ പാകത്തിന് 3 കലണ്ടറുകളുണ്ട്. ഒന്ന് യുക്തിവാദികളുടെ യുക്തിരേഖയുടെ ഈ സെക്കുലർ കലണ്ടറാണ്. വേറൊന്ന് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ സയൻസ് കലണ്ടറാണ്. വേറൊന്ന് തൃശ്ശൂർ തന്നെ ഗ്രാമിക എന്ന് പറയുന്നൊരു സംഘടന പുറത്തിറക്കിയ മലയാള ലിപിയിൽ അച്ചടിച്ച ഒരു കലണ്ടറാണ്. ഇങ്ങനെയൊരു ലിപി ഉണ്ടെന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ടും വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടുമാണ് ആ കലണ്ടർ. ഈ 3 കലണ്ടറാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ആ കലണ്ടറുകളുടെ പ്രചാരകനായിട്ട് ഒക്കെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനും വിജയത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച സന്തോഷ് മാനവമാണ് ഇതിന് കൃതജ്ഞത പറയുന്നത്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യുക്തിവാദ സംഘത്തിൻ്റെ 2 ഭാരവാഹികൾ. യുക്തിവാദ സംഘത്തിന് ജീവിതം കൊണ്ട് തന്നെ വലിയ സംഭാവനകൾ നൽകിയ രാജഗോപാൽ വാകത്താനം. ഇന്നലെ അദ്ദേഹം ചിരിച്ചുകൊണ്ട്, ഇന്ന് രാവിലെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, നേരത്തെയുള്ള യുക്തിവാദ സമ്മേളനങ്ങളിൽ അദ്ദേഹം കുടുംബമായിട്ടാണ് വന്നിരുന്നത്. രാജഗോപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളും. അവരുടെ ജീവിതം മുഴുവൻ എങ്ങനെയായിരുന്നു യുക്തിബോധത്തിൻ്റെ മനുഷ്യൻ്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരുന്നു അവരുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ജീവിത പങ്കാളി മരിച്ചുപോയി. കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പല സ്ഥലങ്ങളിലുമാണ്. 2 കുട്ടികളും അവിടെയാണ്. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട്, ജീവിതത്തിൽ പല വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ വിനയത്തോടെ ഞാൻ ഈ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി TK ശക്തിധരൻ, തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തെയും വളരെ ഊർജ്ജസ്വലനായിട്ട് യുക്തിവാദ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ശക്തിധരനെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം വിദ്യാഭ്യാസം മതവിമുക്തമാക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇത്രയും കാലം കണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ മതങ്ങൾ, ജാതികൾ, അധ്യാപകരെ നിയമിക്കാൻ ജാതികൾ, മതങ്ങൾ, ഇതൊന്നുമല്ല പുതിയ കാര്യം സിലബസിനകത്ത് അവർ ഇടപെടുന്നു എന്നുള്ളതാണ്. അത് ഒരു ഹിന്ദുമത തീവ്രവാദത്തിൻ്റെ ലക്ഷണം ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുഗ്രഹ ആശീസ്സുകളോട് കൂടി സിലബസുകൾ തിരുത്തുകയാണ്. മിത്തുകളെല്ലാം സത്യങ്ങളായിട്ട് അവരവതരിപ്പിക്കുകയാണ്.
വളരെ അപകടകരമായൊരു വിദ്യാഭ്യാസമായിരിക്കും, സിലബസ് ആയിരിക്കും ഇനി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായി ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം സമ്പൂർണ്ണമായിട്ടും മതവിമുക്തമാക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എലിസബത്തും ഭർത്താവ് ഒന്നിച്ചാണ് എല്ലാ സമ്മേളനങ്ങൾക്കും വരാറുണ്ടായിരുന്നത്. എലിസബത്ത് എത്തിയിട്ടുണ്ട്. എലിസബത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിമനോഹരമായ ഒരു പാട്ട് പാടിയ മാത്യൂസ്, വയനാട്ടിൽ നിന്ന് വന്ന മാത്യൂസിനെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വലിയ പരസ്യ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് പണം സമാഹരിക്കാനായാലും മറ്റു കാര്യങ്ങൾക്കായാലും എല്ലാത്തിനും ഒരുപോലെ പ്രവർത്തിച്ച ശൂരനാട് ഗോപനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 2 ദിവസവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇന്നത്തെ സമ്മേളനം തസ്ലീമയുടെ പ്രസംഗം കേൾക്കാണ്ട് വന്ന കുറേയേറെ ആളുകളുണ്ട്. അവരൊക്കെ പ്രസംഗം കഴിയുമ്പോൾ പോകും. നിങ്ങൾ പ്രതിനിധികൾ 2 ദിവസവും ഇവിടെ ഉണ്ടായിരിക്കണം. കൊല്ലം നഗരം വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ നഗരം സമീപ പ്രദേശങ്ങൾ ഞങ്ങളുടെ കായലും ഒക്കെ ഇഷ്ടമുടി കായലൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും 2 ദിവസം ചിന്തയുടെയും വിപ്ലവബോധത്തിൻ്റെയും മതാതീത മനുഷ്യ എന്നുള്ള ചിന്തയുടെയും ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.